ഹലോ, ബാക്ക് അഗെയിൻ സുധാത് മേനോൻ. അപ്പോൾ കുറച്ച് കാലം എന്ന് പറയാനില്ല, കഷ്ടിച്ച് 1 മാസത്തോളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ രണ്ടാമതും എൻ്റെ സുധാസ് വേൾഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. 1 മാസമായിട്ട് മകനും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ടൂർ തന്നെയായിരുന്നു. വീട്ടിലിരിക്കുന്ന സമയം കിട്ടിയിട്ടേ ഇല്ല. കൂടുതലായിട്ട് ധൃതിയിൽ വല്ല പാചകം ചെയ്യാന്നല്ലാണ്ട് വിശദമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ തീർച്ചയായിട്ടും ഒരു റെസിപ്പി, ഒരു മെഴുക്ക് പുരട്ടിയാണ് ചെയ്യാൻ പോണത്. പാലക് മെഴുക്ക് പുരട്ടിയായിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, തുടങ്ങട്ടെ. അപ്പോൾ ഇതാണ് പാലക്കീര. ഇത് നന്നായി ഇനി കഴുകി ഞാൻ മുറിക്കാൻ പോവാണ്. ഞാൻ ഇന്ന് പാൻ വെച്ചു. ഇതിൽ നല്ലോണം 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇത് ബട്ടറിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, പക്ഷേ ഞാൻ ബട്ടർ ഇടുകയാണ്. എനിക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. എന്തായാലും ഒരു ഇടയ്ക്കൊക്കെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊന്നും പറ്റില്ല എന്ന് പറയുമെങ്കിലും ടേസ്റ്റ് ഇടയ്ക്ക് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി ഇത് ഇട്ട ഉടനെ ഞാൻ കുറച്ച് അരിമണി ഇടുന്നുണ്ട്. ഏത് അരിമണി വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ നമ്മുടെ പാർബോയിൽഡ് റൈസാണ് ഇട്ടിരിക്കണേ. ഇത് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 7-8 എണ്ണം. ഇതിനെ വളരെ പൊടിച്ചിട്ട് മുറിച്ചിടാം. വളരെ സ്മോൾ ബിറ്റ്സായിട്ട് മുറിച്ചിടാം. ഞാനിതിനെ ചതച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ചതച്ചിടുമ്പോൾ കുറച്ചുകൂടി മണം ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് ഞാനിതിനെ നല്ല മണം വരുന്നുണ്ട്. അത് ബട്ടറിൽ കൂടി ഇടുന്ന സമയത്ത് എങ്ങനെ അറിയോ, നല്ലൊരു മണം വരും ഈ ഗാർലിക്കിന്. ഈ സമയത്ത് ഇതൊന്ന് നന്നായി മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഉള്ളി, നിങ്ങൾക്ക് വെറും ഉള്ളി മാത്രം, ഗാർലിക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ഇടാം. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു മീഡിയം സൈസ് ഓണിയൻ. ഇനി ഇത് നന്നായി ഒന്ന് സോട്ടായിട്ട് വരട്ടെ. അപ്പോൾ എൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആണ് ഞാൻ ഈ സ്പിനച്ച് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 4 കപ്പ് ഉണ്ടാവും. ഇത് വേഗം അങ്ങനെ ബിൽറ്റ് ചെയ്ത് പോവുമല്ലോ, ചുരുങ്ങിപ്പോവും. അപ്പോൾ ഇപ്പോൾ ഒന്നും ഞാൻ ഉപ്പ് ആഡ് ചെയ്യില്ല. നിങ്ങൾക്കറിയാം, ഈ പാലക് കീരിയിൽ ആദ്യമേ തന്നെ ഉപ്പ് ആഡ് ചെയ്താൽ വെറുതെ നന്നായി വെള്ളം വന്ന് അത് ഇതൊന്ന് ചുരുങ്ങി വരിക എന്ന് പറയും. ഇലയൊക്കെ ഒന്നിങ്ങനെ ചുരുങ്ങി വരില്ല. അതിനാണ് ബിൽറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതാ ഒന്ന് വെന്തു എന്നറിയും. ആ സമയത്ത് മാത്രം നമ്മൾ ഉപ്പ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഞാൻ സോട്ട് ചെയ്ത്, അടച്ച് വെക്കാനും പാടില്ല. അടച്ച് വെച്ചാൽ നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഈ സ്പിനച്ചൊക്കെ നന്നായി വെയിറ്റ് ചെയ്ത് ഡ്രൈ ആയി വന്നു. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഈ പാലക്കിൽ വളരെയധികം സൂക്ഷിക്കണം. വേഗം ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ബട്ടർ ഇട്ടതിൽ കൂടി ഉപ്പുള്ളതുകൊണ്ട് ഞാൻ വളരെയധികം ഉപ്പ് ചുരുക്കിയിട്ടാണ് ഇടുന്നത്. പിന്നെ നോക്കിയ ശേഷം വേണമെങ്കിൽ ഇടാം. ഇനി ഇത് ഉപ്പിട്ട ശേഷം അങ്ങനെ അധികം ഇളക്കാൻ പാടില്ല. അപ്പോൾ ഒന്നുകൂടി വെള്ളം വരും. അപ്പം ഞാനിതിനെ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് തരുന്നതും മണം തരുന്നതുമാണ്. അത് എന്താണെന്ന് പറയില്ല. കുരുമുളക് ക്രഷ് ചെയ്തത്, ഒരുപാട് പൊടിയായതല്ല, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഇങ്ങനെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതോടെ ഞാനിത് ഓഫ് ചെയ്യണം. എൻ്റെ പാലക് മെഴുക്ക് പുരട്ടി റെഡിയായി. ഇത് വളരെ ടേസ്റ്റാണ്. ഞാനിനി ഇതിനെ ഒന്ന് പാനിലാക്കട്ടെ. ഇപ്പോൾ
എൻ്റെ പാലക്ക് മെഴുക്ക് പുരട്ടി റെഡിയായി. ഇത് വളരെ ടേസ്റ്റാണ്. കുരുമുളക് ഇടുമ്പോൾ മാത്രം നോക്കുക, കുരുമുളകിൻ്റെ എരിവ് ജാസ്തി വേണ്ടെങ്കിൽ. ഈ പച്ചമുളക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഇനി എൻ്റെ അടുത്ത മെഴുക്ക് പുരട്ടി എന്താണെന്നൊന്നും കണ്ട ശേഷം പറയാം. അപ്പോൾ ഇനി അടുത്ത ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് മാത്രമല്ല, ഇത് പപ്പടം വെച്ച് ചെയ്യുന്നതുകൊണ്ട് പപ്പടം മെഴുക്ക് പുരട്ടിയാക്കി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പടം ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അത്രയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പപ്പടത്തിൻ്റെ എണ്ണം കൂടുന്തോറും ഓരോരുത്തർ ചോറ് ഒരുപാട് കഴിക്കും. അപ്പോൾ ഞാനിത് ഈ പപ്പടം ചെറുതായി പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിലൊരു 5 പപ്പടം എടുത്തിട്ട് ഞാൻ പൊട്ടിച്ചിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് പപ്പടമാണ്, ചെറിയ പപ്പടമൊന്നുമല്ല. അങ്ങനത്തെ 5 എണ്ണം. കുറേ ആൾക്കാരൊക്കെ ഉള്ളവർക്ക് 15 പപ്പടമൊക്കെ എടുത്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വലിയ ആൾക്കാരെ കൂട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഈ പപ്പടം ഞാനിങ്ങനെ ഇപ്പോൾ പൊട്ടിച്ച് കാച്ചിയതാണ്. അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി, ഇതൊരു 10 ചെറിയ ഉള്ളി എടുത്തിരിക്കണം. ഇനി ഇതിനെ ഞാൻ പാനിലിട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റായിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് നല്ലോണം വഴണ്ട് ഒരു ചെറിയ ബ്രൗൺ നിറയുടെ ഒരു നല്ല മണമൊക്കെ വരും. ആ സമയത്ത് നമുക്ക് ഈ പപ്പടം ആഡ് ചെയ്തിട്ട് പിന്നെ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഇതൊന്ന് നല്ലോണം ബ്രൗൺ നിറായി വരട്ടെ. ഇപ്പോൾ കണ്ടോ, ഈ ഉള്ളി ഒരു നല്ല ബ്രൗൺ നിറായിക്കൊണ്ട് വരികയാണ്. ഈ സമയത്ത് തീ നല്ലോണം ചെറുതാക്കിയിട്ട് ഞാൻ ഈ പപ്പടത്തിനെ ഇടുക. പപ്പടം ഇട്ടിട്ട് നമ്മൾ ഒരുപാട് അതിനെ ഇളക്കിയിട്ട് ഇതാക്കുന്നതിലും വെച്ച് ഭേദം കുടയുക. അതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് കുടഞ്ഞ ശേഷം അതിലേക്ക് ഉപ്പ് ചേർക്കുക. ലേശം പപ്പടം ഉപ്പുള്ളതാണ് എങ്കിലും കുറച്ച് ഉപ്പ് ചേർക്കാണ്ട് ഇത് നന്നായിരിക്കില്ല. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉപ്പ് ഇങ്ങനെ പിഞ്ച് കേട്ടോ, ആ ഉള്ളിയിലൊക്കെ ചേരാൻ വേണ്ടിയിട്ട് നമ്മളിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഉണ്ടാക്കുമ്പോൾ തന്നെ ചേർക്കാം. അപ്പം ഞാനിതിനിങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. അതങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ക്രഷ്ഡ് ചില്ലി പൗഡർ. ഇതുണ്ടോ, ഈ മുളക് പൊടിച്ചത്, ക്രഷ് ചെയ്തത്, പൊടിയല്ല, മുളക് പൊടിയല്ല. അപ്പോൾ ഇതാണ് ഈ മെഴുക്ക് പുരട്ടിയിലുള്ള ഓൺലി ഐറ്റംസ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തേങ്ങ ആഡ് ചെയ്യുമ്പോൾ അത് വലിയ ടേസ്റ്റായിട്ട് തോന്നുന്നില്ല. പപ്പടത്തിൻ്റെ കൂടെ തേങ്ങ തിരുകി അതിനെ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ മെഴുക്ക് പുരട്ടി നന്നായിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഒരു പാനിലാക്കിയിട്ട് കാണിക്കാം. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇപ്പോൾ പപ്പടം മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ആ ഉള്ളിയിലെ ഉപ്പ് കുറച്ച് ചേരുന്നതുകൊണ്ട് അതും നല്ല ടേസ്റ്റാണ്. ഈ മുളക് ക്രഷ് ചെയ്തത് ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് എല്ലാവരുടെയും എരിവ് അനുസരിച്ച്. ഇത് കുറച്ച് എരിവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ 2 മെഴുക്ക് പുരട്ടി, പാലക് മെഴുക്ക് പുരട്ടി, പപ്പടം മെഴുക്ക് പുരട്ടി, ഇത് രണ്ടും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിന് ഇതാണ് എനിക്ക് മെഴുക്ക് പുരട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഓൾസോ സുധാ മേനോനെ ഒന്ന് എൻകറേജ് ചെയ്യുക, വ്യൂസൊക്കെ കൂട്ടിത്തരിക. കമൻസ് അയക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലായിട്ട് എൻകറേജ്മെൻറ്റ് കിട്ടുക. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ, കമൻസ് തരിക. So bye from Sudha Menon. Next, see you in the next video.